നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വീണ്ടും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. വിവിധ ഭാഗങ്ങളിൽ തിങ്കൾ മുതൽ, അതായത് ഇന്നു മുതൽ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. വെള്ളി വരെ രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ പ്രവചനമനുസരിച്ച് പൊടി നിറഞ്ഞ ഉപരിതല കാറ്റ്, തീരപ്രദേശങ്ങളിൽ ഉയരുന്ന തിരമാലകൾ, നേരിയ മഴ, മഞ്ഞുവീഴ്ച, താപനിലയിലെ ഇടിവ് എന്നിവയ്ക്കുള്ള സാധ്യതയും മുന്നറിയിപ്പിലുണ്ട്. ഈ ദിവസങ്ങളിൽ പൊടിപടലത്തോടൊപ്പമുള്ള ഉപരിതല കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം എത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തി മേഖല, ഹായിൽ, അൽ-ഖസീം, കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും റിയാദിന്റെയും മക്കയുടെയും മദീനയുടെയും ചില ഭാഗങ്ങളിലും കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. ചില പ്രദേശങ്ങളിൽ പൂർണ്ണമായോ ഭാഗികമായോ ദൂരക്കാഴ്ച കുറവും പൊടിക്കാറ്റ് മൂലം ഉണ്ടായേക്കും. ചില പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച, കുറഞ്ഞ താപനില, ആലിപ്പഴ വർഷം എന്നിവ ബുധനാഴ്ച വരെ ഉണ്ടായേക്കും. എന്നാൽ സൗദിയിൽ ശൈത്യകാലം മാർച്ച് 21-ന് അവസാനിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി പറഞ്ഞു. എന്നാൽ ശൈത്യകാലത്തിന്റെ രണ്ടാം പാദത്തിന്റെ പ്രവേശനത്തോടെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മഴ തുടരും. വടക്കൻ മേഖലകളിൽ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്നും NMCയിലെ കാലാവസ്ഥാ നിരീക്ഷകൻ അൽ അഖീൽ പറഞ്ഞു. ആഴ്ച അവസാനത്തോടെ റിയാദ് മേഖലയിൽ നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നതായും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം UAEയിൽ കനത്ത തണുപ്പ് തുടരുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി പകുതിയോടെ മാത്രമേ ചില പ്രദേശങ്ങളിലെങ്കിലും താപനിലയിൽ നേരിയ വർധനവ് ഉണ്ടാവുകയുള്ളൂ എന്നും കഴിഞ്ഞ ബുധനാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ NCM വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെ ഈ മാസത്തെ ശരാശരി കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസിനും 16 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നും NCM കാലാവസ്ഥ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സൈബീരിയയിലെ അതിശൈത്യത്തെ വഹിച്ചുകൊണ്ട് UAEയുടെ വടക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ് അറേബ്യയിലെ ഗൾഫ് മേഖലകളെ ഏറ്റവും അധികം ബാധിക്കുന്ന മാസങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി. അതിനാൽ തന്നെ താപനിലയിൽ ഇനിയും കുറവ് വന്നേക്കാം. മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കടന്നു പോകുന്നത് രാജ്യത്തെ ബാധിക്കും. ഇത് അസ്ഥിരമായ കാലാവസ്ഥയിലേക്ക് അന്തരീക്ഷത്തെ നയിക്കുന്നു. കനത്ത പൊടിക്കാറ്റ് വീശും. ചില സമയത്ത് നേരിയ മഴയും മൂടിയ കാലാവസ്ഥയും ഉണ്ടാകുമെന്നും NCM റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.